ഞാൻ പറയുന്നത് ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിച്ചാലുള്ള ഫലങ്ങളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം പറയുന്ന ഫലങ്ങളാണ് ഗ്രഹദോഷ നിവാരണം. അതായത് ബുധൻ, വ്യാഴം മുതലായ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് ശ്രീരാമഭജനം നല്ലതാണ്. അതുപോലെ സൂര്യനെ കൊണ്ടുള്ള ദോഷങ്ങൾ മാറുവാനും നല്ലതാണ്. അതുപോലെ ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ശ്രീരാമനെ ഭജിക്കുന്നതിലൂടെ കിട്ടും. അപ്പോൾ ശനിദോഷങ്ങൾ നമ്മളിൽ നിന്ന് മാറും. പിന്നെയുള്ളൊരു ഫലം പാപമുക്തി. നമ്മുടെ മുൻ ജന്മത്തിൽ ഈ ജന്മത്തിലുള്ള പാപങ്ങളകന്ന് നമുക്ക് ജീവിതാവസാന കാലം രാമസന്നിധിയിൽ പോകാനും നമ്മുടെ മരണാവസാനം യാതൊരു കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ രാമസന്നിധിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പാപങ്ങളകന്ന് നമ്മൾക്ക് ജീവിതത്തിൽ നന്മ കൈവരാൻ ശ്രീരാമഭജനം നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫലം, ആദ്യം പറയേണ്ട ഒരു ഫലമാണ് ശ്രീരാമഭജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുടുംബ ഐശ്വര്യം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേക രൂപത്തെ ധ്യാനിച്ചു വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമുക്ക് പ്രധാനമായും കിട്ടുന്ന ഫലമാണ് കുടുംബ ഐശ്വര്യം ഉണ്ടാകും. കുടുംബ ഐശ്വര്യം എന്ന് വെച്ചാൽ കലഹങ്ങളകന്ന് ദാരിദ്ര്യങ്ങളൊന്നുമില്ലാതെ ശാന്തി സമാധാനവും വിളയാടുന്നതാണ്. പ്രത്യേകിച്ച് രോഗങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ കുടുംബത്തിലൊരു ശാന്തി സമാധാനവും സന്തോഷകരമായ ഒരു അന്തരീക്ഷം ആണ് കുടുംബ ഐശ്വര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുടുംബ ഐശ്വര്യം ലഭിക്കുന്നതിന് നല്ലതാണ്. പിന്നെ ഉള്ളത് വിദ്യാവിജയമാണ്. അതായത് കുട്ടികളിൽ വിദ്യാവിജയം. നമുക്ക് പഠനത്തിൽ നല്ല മേന്മയുണ്ടാവും, ബുദ്ധിശക്തി ഉണ്ടാവും, പരീക്ഷകളിൽ വിജയവും നല്ല മാർക്കും കിട്ടുന്നതിനൊക്കെ നല്ലതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും വളരെയധികം ഗുണകരമാണ് ശ്രീരാമഭജനം. പിന്നെ ഉള്ളത് ദാമ്പത്യ സുഖം. അതായത് ശ്രീരാമ പട്ടാഭിഷേകം രൂപം ധ്യാനിച്ച രാമനെ ഭജിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ സുഖം നമുക്ക് മെച്ചപ്പെടുന്നതാണ്. ദാമ്പത്യത്തിൽ സ്നേഹം, ഐക്യം, ഉയർച്ച ഇതെല്ലാം നമുക്ക് കൈവരുന്നതാണ്. അപ്പോൾ ദാമ്പത്യ സുഖം ആഗ്രഹിക്കുന്നവർ ശ്രീരാമ ഭജനം ഒരിക്കലും വിട്ടുകളയരുത്. പിന്നുള്ളതാണ് സ്ഥലദോഷ നിവാരണം. അതായത് നമ്മുടെ ഭൂമിദോഷങ്ങളൊക്കെ നിവാരണം ചെയ്യപ്പെടും. അതായത് ഭൂമിപുത്രിയായ സീതയുടെ ഭർത്താവാണ് രാമൻ. അപ്പോൾ നമ്മുടെ സ്ഥലദോഷങ്ങളൊക്കെ മാറും. ഇത്ര ശക്തിയുള്ളത് മാത്രമല്ല, മഹാവിഷ്ണുവിന് ഭൂമിദേവിയുടെ ഭർത്താവിൻ്റെ സ്ഥാനമുള്ളത് കൊണ്ട് മഹാവിഷ്ണുവിനെയോ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെയോ ഭജിക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഭൂമിദോഷങ്ങളെ മാറ്റുന്നതിന് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ധനം, ഐശ്വര്യം ഇതൊക്കെ നമ്മളെ വിട്ട് പോകില്ല. ഇതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ രാമായണമോ രാമസ്തോത്രമോ ശ്രീരാമാഷ്ടകമോ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന താരക മന്ത്രമോ ഇതിനായി ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.